ഫ്രണ്ട്സ്, SSLC ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റ് 1-ലെ ചാപ്റ്റർ 2 ഹതാശാ സെ ബൈഠ് ഗയാ താ ഏക് വ്യക്തി. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതെന്ന് പറയുന്നത് വിനോദ് കുമാർ ശുക്ല എന്ന ഒരു കവി എഴുതിയ കവിതയാണ് ഹതാശ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടിപ്പണി നരേഷ് സക്സേന എഴുതിയിട്ടുണ്ടായിരുന്നു. ടിപ്പണി എന്ന് പറയുമ്പോൾ ആ കവിതയുടെ ആസ്വാദനം അല്ലെങ്കിൽ ആ കവിതയുടെ വ്യാഖ്യാനം എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതലില്ല, അതുപോലെ തന്നെ ഈ ഒരു കവിതയുടെ വ്യാഖ്യാനം നരേഷ് സക്സേന എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ടിപ്പണി, അദ്ദേഹം എഴുതിയ വ്യാഖ്യാനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ആ കവിത എന്താണെന്ന് അറിഞ്ഞിരിക്കണം, കവിതയുടെ അർത്ഥവും അതിനുശേഷം വ്യാഖ്യാനത്തിലൂടെ എന്താണ് അദ്ദേഹം പറയുന്നത് എന്നും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ്, യൂണിറ്റ് 1-ലെ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നതും സ്നേഹം, അനുകമ്പ, അതുപോലെ തന്നെ സഹാനുഭൂതി, അങ്ങനെയുള്ള മാനുഷിക വികാരങ്ങളെ കുറിച്ചുള്ള യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ച ബീർബഹൂട്ടി അങ്ങനെ തന്നെയായിരുന്നു അല്ലെ. പരസ്പര സ്നേഹവും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെയാണ് ചാപ്റ്റർ 1 പറഞ്ഞത്. ഇത് ഇപ്പൊ വരുന്ന ചാപ്റ്റർ 2 സഹാനുഭൂതി, സഹായിക്കാനുള്ള മനസ്കത, അതിനെ കുറിച്ചുള്ള നല്ല നല്ല മാനുഷിക വികാരങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെയും പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കവിതയാണ് ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. അതിനെ ആസ്പദമാക്കി നരേഷ് സക്സേന തയ്യാറാക്കിയ ടിപ്പണി അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു കവിത എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഹതാശ എന്ന് പറയുന്ന കവിത എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഹതാശ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് നിരാശ എന്നാണ്. നിരാശ എന്നാണ് ഹതാശയുടെ മീനിങ് എന്ന് പറയുന്നത്. ഈ ഒരു കവിത എന്ന് പറയുന്നത്, കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചാണ് കവി ഈ ഒരു കവിത തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാവും, പക്ഷെ അതിനൊരു ആഴത്തിലുള്ള അർത്ഥവുമുണ്ട്. പക്ഷെ വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കവിത തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കവിത നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ എന്താണ് പറയുന്നത്? ഹതാശ എന്ന് പറയുന്നത് നിരാശ. നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തിക്കോ മേ നഹി ജാൻതാ താ, പക്ഷെ വ്യക്തിയെ എനിക്കറിയില്ല. ഹതാശയോടെ, നിരാശയോടെ ഇരിക്കുന്നത് കണ്ടു. ഹതാശാക്കോ ജാൻതാ താ, പക്ഷെ എനിക്ക് എന്തറിയാം? വ്യക്തിയെ അറിയില്ല, പക്ഷെ ഹതാശയെ അറിയാം, അതായത് നിരാശയെ അറിയാം. ഇസ്ലിയേ മേ ഉസ് വ്യക്തി കെ പാസ് ഗയാ, അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി. മേനെ ഹാത്ത് ബഡായ, പിന്നെ എന്ത് ചെയ്തു? ഞാൻ അദ്ദേഹത്തിന് കൈ നീട്ടി, അതായത് സഹായ ഹസ്തം നീട്ടി. നിരാശയോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ വ്യക്തിക്ക് സഹായം വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ ഹാത്ത് ബഡായ എന്ന് പറയുമ്പോൾ കൈ നീട്ടി, സഹായ ഹസ്തം നീട്ടി. മേരാ ഹാത്ത് പക്കഡ് കർ വോ ഗഡാ ഹുവ, എന്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നു. ഗഡ എന്ന് വെച്ചാൽ എഴുന്നേറ്റു അല്ലെ. മുജേ വോ നഹീം ജാൻതാ താ, അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് പടാനേക്കോ ജാൻതാ താ, എന്നെ അറിയില്ലെങ്കിലും എന്തറിയാം? എൻ്റെ സഹായഹസ്തം നീട്ടിയതിനെ, സഹായം നീട്ടിയതിനെ, കൈ നീട്ടിയതിനെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹം ദോനോം സാത്ത് ചലേ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നടന്നു. ദോനോം ഏക് ദൂസരേക്കോ നഹി ജാൻതേ തേ, പക്ഷെ രണ്ടുപേർക്കും എന്താണ്? പരസ്പരം അറിയില്ലായിരുന്നു. ഓക്കെ, എന്താണ് പറയുന്നത്? ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നമ്മൾ അദ്ദേഹത്തിന്റെ, ഒരാളുടെ അഡ്രസ്സോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പദവിയോ അങ്ങനെ ഒരു കാര്യവും നോക്കിയായിരിക്കരുത് നമ്മൾ ഒരാളെ സഹായിക്കാൻ മുതിർന്നത്. നമ്മൾ സഹായം വേണമെന്ന് തോന്നുന്ന ഏതൊരു വ്യക്തിയെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? അറിയാത്ത ആളാണെങ്കിലും നമുക്ക് അറിയുന്ന ആളാണെങ്കിലും അവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയാണ് നമുക്ക് ഉണ്ടാവേണ്ടതെന്നാണ് ഈ ഒരു കവിതയിലൂടെ കവി പറയുന്നത്. ഓക്കെ, ഒരു ലളിതമായ വാക്കുകൾ കൊണ്ടാണ് കവി ഇത്രയും വലിയൊരു ആശയം അല്ലെങ്കിൽ നിർദ്ദേശം നമുക്ക് നൽകുന്നത് അല്ലെ. അതായത് അദ്ദേഹം നിരാശയോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. നിരാശയെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം, പക്ഷെ ആ ഇരിക്കുന്ന ആളെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? നിരാശയോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സഹായ ഹസ്തം നീട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സഹായ ഹസ്തം നീട്ടിയത് അറിയാമായിരുന്നു, പക്ഷെ അയാളെ അറിയില്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അവരൊന്നിച്ച് നടന്നു, പക്ഷെ അവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു. എന്തറിയാം? സാത്ത് ചലനേക്കോ ജാൻതേ തേ, പക്ഷെ ഒന്നിച്ച് നടക്കാൻ വേണ്ടി അറിയാം, പക്ഷെ അവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു. അപ്പൊ എന്താണ്? ഒരാളെ സഹായിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് അവരുടെ അഡ്രസ്സോ അല്ലെങ്കിൽ പദവി എന്താണെന്നോ അവരെന്താണ് ചെയ്യുന്നതെന്നോ പേരോ ഒന്നും നമ്മൾ അറിയണമെന്നില്ല. ബുദ്ധിമുട്ടിലാണെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യാം?
അവരെ സഹായിക്കുക. അതാണ് ഈ ഒരു കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്, കവി നമുക്ക് നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത്. ഈ ഒരു കവിതയെ കുറിച്ച് നരേഷ് സക്സേന തയ്യാറാക്കിയ ടിപ്പണിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഈ കവിതയുടെ ആസ്വാദനം അല്ലെങ്കിൽ വ്യാഖ്യാനം. ഓക്കെ, कविता के अर्थ इतने सहज और साफ है कि उन्हें वाक्य की दरकार नहीं है. കവിതയുടെ അർത്ഥം എന്ന് പറയുന്നത് ഇത്രയും സരളമാണ്, അതുപോലെ തന്നെ സാഫ് ക്ലിയർ ആണ്. ഉന്നെ വ്യാഖ്യാക്കി ദർക്കാർ ഹി നഹി, അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യകത തന്നെ വരുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ഈ നരേഷ് സക്സേന പറയുന്നത്. അതായത് അത്രയും ലളിതമായ വാക്കുകൾ കൊണ്ടാണ് കവിത എഴുതിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ അതിലെ അർത്ഥങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഓക്കെ, അത്രയും ലളിതമായ മനോഹരമായ ഒരു കവിതയാണിത്. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. സരളമായ ശബ്ദം കൊണ്ടുണ്ടാക്കിയ, അതായത് ലളിതമായ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ വാക്യം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? സ്വയം തന്നെ അപ്ന മർമ്മ കഹ്തേ ഹേ, തൻ്റെ പൂർണ്ണമായ അർത്ഥം പറഞ്ഞു തരികയാണ് കവിത, അല്ലെ? ലളിതമായ വാക്കുകൾ കൊണ്ട് തന്നെ കവിത സ്വയം തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ്, മർമ്മം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? എന്താണ് ആ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. വ്യക്തിക്കോ മേ നഹി ജാൻതാ, വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. ഹതാശാക്കോ ജാൻതാ, പക്ഷെ നിരാശയെ അറിയാമായിരുന്നു. कहते हैं वे जानने की हमारी उस जानी पहचानी रूटी को तोड़ देते हैं. എന്താണ് ഇവിടെ പറയുന്നത്? ജാനേക്കി അറിയുക എന്നതിൻ്റെ, ഹമാരി ഉസ് ജാനി പെഹ്ചാനി നമ്മുടെ ആ അറിയുന്നതിൻ്റെ, റൂട്ടിക്കോ തോട് ദേത്തി ഹെ പാരമ്പര്യത്തെ പൊട്ടിച്ചു കളയുകയാണ്, പൊട്ടിച്ചെറിയുകയാണ് ഈ ഒരു കവിതയിലൂടെ. നമ്മുടെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിയുക എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അയാളുടെ അഡ്രസ്സോ അല്ലെങ്കിൽ അവരെ പേരൊക്കെ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരാളെ മനസ്സിലാക്കുക, എന്നിട്ട് സഹായഹസ്തം നീട്ടുക, അല്ലെ? പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. जो व्यक्ति को नाम पते उम्र ओहदे या जाति से जानने को जोड़ती है. നമ്മൾ പാരമ്പര്യപരമായി എന്താണ് ചെയ്യല്? പരമ്പരാഗതമായി നമ്മൾ എങ്ങനെയാണ് ഒരാളെ മനസ്സിലാക്കുക? ജാന്നെ അറിയുക. ജോ വ്യക്തിക്ക് നാം അവരുടെ പേര്, പത്തെ അഡ്രസ്, ഉമ്ര വയസ്സ്, ഓഹത്തെ പദവി, യാ ജാതി അല്ലെങ്കിൽ ജാതി, അതൊക്കെ നോക്കിയാണ് നമ്മൾ ഒരാളെ ജാന്നെ അറിയാൻ ശ്രമിക്കുക, അല്ലെ? അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് ഈ ഒരു കവിതയിലൂടെ പൊട്ടിച്ചെറിയുന്നത്. യദി ഹം കിസി व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. എന്താണ് പറയുന്നത്? ഒരാളുടെ, അതായത് യദി എന്ന് പറഞ്ഞാൽ, അതായത് ഹം കിസി വ്യക്തിക്കോ നമ്മളൊരു വ്യക്തിയെ, ഉസ്കി ഹതാശ എന്ന് വെച്ചാൽ നിരാശ, അസഹായത നിസ്സഹായത, യാ ഉസ്കെ സങ്കട് സെ അവരുടെ സങ്കടം, നഹി ജാൻതെ നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നമ്മളൊരു മനുഷ്യനെ സങ്കടത്തിലാണ്, നിരാശയിലാണെന്ന് കണ്ടാൽ അവരുടെ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാനുഷിക വികാരങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്, അല്ലാതെ അവരുടെ കാണാൻ എങ്ങനെയാണ്, അവരാരാണ്, അഡ്രസ്സ് എന്താണ്, അവരെ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾ ബുദ്ധിമുട്ടിലാണെന്ന് കണ്ടാൽ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. സടക് പർ ഗായൽ പടെ अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते. സടക് റോഡില്, ഗായൽ പടയത്തോ മുറിവ് പറ്റി കിടക്കുന്ന ഒരാളെ കണ്ട്, ഒരു അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് ഹം കെഹ്സഹ്തേക്ക് നമുക്ക് പറയാൻ പറ്റുമോ അദ്ദേഹത്തെ നമുക്ക് അറിയില്ല എന്ന്? അങ്ങനെ പറയരുത്. നമുക്കറിയാത്ത ആളാണെങ്കിലും നമ്മൾ സഹായിക്കേണ്ട സന്ദർഭങ്ങളിൽ സഹായിക്കണം. വാസ്തവ് മേ ഹം ജാൻതേ ഹേ കി യേ വ്യക്തി മുസീബത്ത് മേ ഹേ. നമുക്ക് വാസ്തവത്തിൽ അറിയാം, അല്ലെ? ഈ ഒരു വ്യക്തി മുസീബത്തിലാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഒരാൾക്ക് ബുദ്ധിമുട്ടാണോ അല്ലയോ എന്ന്. ഓർ ഇസെ ഹമാരി മദത് കി ജറൂറത്ത് ഹെ, അല്ലെങ്കിൽ നമ്മുടെ സഹായം, മദത് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, സഹായം, ജറൂറത്ത് ഹെ അവർക്ക് ആവശ്യമാണ്, ജറൂറത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ് എന്ന് കണ്ടാൽ യേ കവി മനുഷ്യക്കോ മനുഷ്യ കി തരഹ് ജാനേ കി യാദ് ദിലാത്തി ഹെ. ഓക്കെ, ഈ കവിതയിലൂടെ കവി എന്താണ് പറയുന്നത്?
മനുഷ്യനെ പോലെ അറിയാൻ വേണ്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യാദ് ദിലാന എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക, അല്ലാതെ അവരുടെ അഡ്രസ്സോ ബാക്കി കാര്യങ്ങളോ ഒന്നും നോക്കി തരംതിരിക്കാതിരിക്കുക. കവിത ലഗാതാർ നഹി ജാന്നെ ഓർ ജാന്നെ കാ ബയാൻ കർത്തി ജാത്തി ഹെ. ഈ കവിതയിൽ നിരന്തരം എന്താണ് ചെയ്യുന്നത്? നഹി ജാന്നെ അറിയാതിരിക്കുക, അല്ലെങ്കിൽ ജാന്നെ അറിയുക, ഈ ഒരു കാര്യം തന്നെ ബയാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ശില്പ കി ഇസ് ബാരിക്കാരിക്കാരി കോ ദേഖേ. ഈ ഒരു എന്താ പറയുക, കവിതാ ശില്പത്തിന്റെ സൂക്ഷ്മമായ ശില്പവിദ്യ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ കവിതയില് വോ മുജെ നഹി ജാൻതാ താ ഹാത്ത് ബഡാനെ കോ ജാൻതാ താ. അതിനൊരു രീതി ഉണ്ട് അല്ലെ. അതായത് അവന് എന്നെ അറിയില്ലായിരുന്നു, ഹാത്ത് ബഡാനെ കോ ജാൻതാ താ, പക്ഷെ എന്നെ സഹായഹസ്തം നീട്ടിയത് അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹി ജാൻതേ തേ. നമ്മൾ പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചൽനാ ജാൻതേ തേ, പക്ഷെ ഒന്നിച്ച് നടക്കാൻ അറിയാമായിരുന്നു. യേ നഹി ജാന്ന ഓർ ജാന്ന കവിത മേ കിസി ലോകഗീത് കെ സ്ഥായി की तरह बार बार लौटता है. ഈ അറിയു, നഹി ജാന്ന അറിയില്ല, അതുപോലെ തന്നെ ജാന്ന അറിയുക, ഈ ഒരു വാക്കുകൾ എങ്ങനെയാണ് വരുന്നത്? കവിതയിലെ കിസി ലോകഗീത്, ചില നാടൻ പാട്ടുകളിലെ പോലെ എങ്ങനെ ബാർ ബാർ ലൗട്ടാ ഹെ, വീണ്ടും വീണ്ടും മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. അതായത് നഹി ജാൻതാ ജാൻതാ, ഈ ഒരു ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. ഈ കവിതയെ അത് കൂടുതൽ മനോഹരമാക്കിയാണ്. ആ ഒരു ഈണം, നല്ലൊരു ഈണം നൽകുകയാണ് ആ കവിതയ്ക്ക്, നാടൻ പാട്ടിനെ പോലെ എന്നാണ് പറയുന്നത്. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. പിന്നെ എന്താണ് പറയുന്നത്? നരേഷ് സക്സേന എന്താണ് പറയുന്നത്? ഈ ഒരു ലിറിക്കലായിട്ട് എഴുതിയിരിക്കുന്ന ഏതൊരു കവിതയിലാണ്, ഹിന്ദി കവിതയിലാണ് ഈ എന്താ പറയുന്നത്, ഇപ്പൊ ഒരു ഗദ്യരൂപത്തിലാണ് ഈ ഒരു കവിത ഉള്ളത് അല്ലെ. അപ്പോൾ ഈ ഒരു ഗദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്ന ഈ കവിതയില് ഇതിന്റെ ഗീതാത്മകത, ഇതിന്റെ എന്താ പറയാ മനോഹാരിതയോട് കൂടി എഴുതിയിരിക്കുന്നത്, ഇത്രയും ലിറിക്കലായിട്ട് നല്ലൊരു ഈണമുണ്ട് അതിന്. ഇതൊരു ഗദ്യരൂപത്തിലാണെങ്കിലും നല്ലൊരു ഈണത്തിലാണ് ഈ കവിത പോകുന്നത്. നമ്മൾ പാടുന്ന സമയത്ത് നമ്മുടെ വായിൽ അറിയാതെ വരും അല്ലെ. അപ്പോൾ അത്രയും മനോഹരമായിട്ട് വേറെ ഏതെങ്കിലും കവിതയുണ്ടോ എന്ന് നരേഷ് സക്സേന സംശയിച്ചു പോവുകയാണെന്നാണ് പറയുന്നത്. जैसे किसी गजल में आखिरी शेर के आखिरी शब्द ശ്രോതാവോं की जुबान पर आप से आप आ जाते हैं. എങ്ങനെയാണെന്നാ പറയുന്നത്? ചില ഗസലുകളുടെ അവസാന വരികളിൽ, ഷെയർ വരികളിൽ ആഖിരി ശബ്ദം, അതിന്റെ അവസാനത്തെ ശബ്ദം ശ്രോതാവും കി സുബാൻ പർ, കേൾവിക്കാരുടെ സുബാൻ പർ, നാവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആപ്സെ ആപ് ആ ജാത്തെ ഹെ, വന്നുകൊണ്ടിരിക്കുന്നു. വൈസേ ഹി ഇസ് കവിത കെ അന്തിം ശബ്ദ്, അതുപോലെ തന്നെ ഈ കവിതയുടെ അവസാന ശബ്ദമായ സാത് സാത് ചൽന കെ ബാദ്, സാത് സാത് ചൽനയാണെങ്കിൽ എന്ത് വരും? യദി കവിത പാട് രോക് ദിയാ ജായേ തോ, അതായത് കവിത പെട്ടെന്ന് നിന്നു പോവുകയാണെങ്കിലും സുന്നേ വാലെ, കേൾക്കുന്ന ആള് ഖുദ് വാക്യ പൂരാ കർ ദേംഗെ, അവർ സ്വയം ആ വാക്യം പൂരിപ്പിക്കും. എങ്ങനെ? ഓർ കഹേംഗെ, എന്നിട്ട് പറയും ജാൻതേ ദേ, സാത് സാത് ചൽന ജാൻതേ ദേ. ഓക്കെ, അവരത് ഫില്ല് ചെയ്യും. അതായത് എല്ലാ ലൈനിന്റെ അവസാനം ഒന്നിക്കിൽ എന്താ ഉള്ളത്? നഹി ജാൻതേ ദേ അല്ലെങ്കിൽ ജാൻതേ ദേ എന്ന വാക്കുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ അത് അവര് ആ ഒരു ഈണം കൊണ്ട് തന്നെ കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് പൂരിപ്പിക്കാൻ പറ്റും. ഗസലുകളിലൊക്കെ ഉണ്ടാവുന്ന പോലെ എന്നാണ് ഇവിടെ ടിപ്പണിയിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ये कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से ബദൽ ദേത്തി ഹെ. ഈ ഒരു കവിതയിലൂടെ ജാന്ന അറിയുക എന്ന പദത്തിന്റെ റൂട്ടിഗ്രസ്റ്റ് പരമ്പരാഗതമായ അർത്ഥത്തെ പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ആളെ അറിയുക എന്ന് പറയുന്നത്, ആ ഒരു സംഭവത്തെ പൂർണ്ണമായും ബദൽ തേത്തെ ഹെ, മാറ്റിമറിക്കുകയാണ് അല്ലേ. അതായത് പരമ്പരാഗതമായ രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരാളെ അറിയുക? അയാളുടെ അഡ്രസ്സും അയാളുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഒരാളെ അറിയുമെന്ന് പറയുന്നത്. പക്ഷെ ഈ കവിതയിലൂടെ കവി എന്താണ് പറയുന്നത്? ഒരാളെ അറിയണമെങ്കിൽ അല്ലെങ്കിൽ അയാളെ സഹായിക്കണമെന്ന് തോന്നിയാൽ, അയാൾ ബുദ്ധിമുട്ടിലാണെങ്കിൽ അയാളുടെ പേരോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയാൾ ബുദ്ധിമുട്ടിലാണോ, നിരാശയിലാണോ, അയാൾ നിസ്സഹായതയിലാണോ എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഈ ടിപ്പണിയിലൂടെ നരേഷ് സക്സേന പറയുന്നത്. ഓക്കെ,
അങ്ങനെയാണ് ആ കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ടിപ്പണിയിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? ഇസ് കവിത की पहली दो पंक्तियों में भी कवि अपनी पूरी बात कह देता है. ഈ കവിതയുടെ ആദ്യത്തെ ദോ പങ്ക്തിയോ में भी രണ്ട് വരികളിലൂടെ തന്നെ കവി अपनी पूरी बात തന്റെ പൂർണ്ണമായ കാര്യം പറയുന്നുണ്ട് അല്ലെ. ശേഷ് പങ്ക്തിയോ ഉസി കഹേ ഗയേ കോ ഔർ സഘൻ ഔർ ഗഹര കർത്തി ഹേ. ബാക്കി വരികളിലൂടെ എന്താണ് ചെയ്യുന്നത്? അതിനെ ആ പറഞ്ഞ കാര്യങ്ങളെ ഉറപ്പുള്ളതും ആഴത്തിലുള്ളതുമാക്കി മാറ്റുകയാണ്. സഘൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള, ഗഹര ആഴത്തിലുള്ളതാക്കി മാറ്റുകയാണ്. അതായത് ആദ്യത്തെ 2 ലൈനിലൂടെ തന്നെ കവിക്ക് പറയാനുള്ളത് കവി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതിനെ ബാക്കി വരികളിലൂടെ അതിനെ ഉറപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് കവി ചെയ്യുന്നത്. കവിത കാ സന്ദേശ് ഹേ കി, കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത് ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യത കാ എഹ്സാസ് യാനി മാനവീ സംവേദന ഹോന ജരൂരി ഹേ, ജാൻകാരിയാം ജരൂരി നഹി ഹേ. രണ്ട് മനുഷ്യന്മാരുടെ ഇടയിൽ എന്താണ് വേണ്ടത്? മനുഷ്യത്വമാണ് വേണ്ടത്. മനുഷ്യത്വം എന്ന എഹ്സാസ്, വികാരമാണ് വേണ്ടത്. യാനി അതായത് മാനവീയ സംവേദന, മാനുഷിക വികാരം വേണം, അതാണ് വേണ്ടത്. ജരൂരി ഹേ ആവശ്യം. ജാൻകാരിയാം ജരൂരി നഹി ഹേ, ബാക്കിയുള്ള അറിവുകൾ, പുറമേയുള്ള അറിവുകൾ എന്താണ്? ജരൂരി നഹി ഹേ, ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കിന്തു യേ സന്ദേശ് കവിത മേ ഉപദേശ് കി തരഹ് നഹി ആത്ത, പക്ഷേ എന്നാൽ എങ്ങനെയാണ് ഈ ഒരു സന്ദേശം കവിതയിലെ ഉപദേശം പോലെ കവി പറയുന്നില്ല അല്ലെ. കവിതയെ മനോഹരമായ രീതിയിൽ കവി ഇങ്ങനെ വർണ്ണിക്കുകയാണ്, അല്ലാതെ ഈ ഒരു ഉപദേശമായിട്ട് ഈ ഒരു കാര്യം നമുക്ക് പറയുന്നില്ല. പക്ഷെ കവിതയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്? നമ്മൾ ഒരാളെ അയാളുടെ അഡ്രസ്സോ മറ്റു കാര്യങ്ങളോ പുറമേയുള്ള കാര്യങ്ങളോ നോക്കി ഒരാളെ സഹായിക്കരുത്. അതായത് നമുക്കത് അറിയാമായിരിക്കാം അല്ലെങ്കിൽ അറിയാതിരിക്കാം, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരാൾ ബുദ്ധിമുട്ടിലാണെന്ന് കണ്ടാൽ അയാളെ നമ്മൾ സഹായിക്കാനുള്ള മനസ്ഥിതി കാണിക്കണം എന്നാണ് ഈ കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നരേഷ് സക്സേന വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയ്ക്ക് ഒരു ടിപ്പണി തയ്യാറാക്കിയതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു കവിതയുടെ വ്യാഖ്യാനം എഴുതാൻ പറഞ്ഞാൽ, നമുക്ക് എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഒരു ചെറിയൊരു കവിത തന്ന് അതിൻ്റെ വ്യാഖ്യാനം എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ടിപ്പണി എഴുതാൻ പറഞ്ഞാൽ കവിയെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് പറയാം, അറിയാമെങ്കിൽ കവി ആരാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, ഹിൻസ് തരും. അത് വെച്ച് ഹെഡിങ്ങിൽ വ്യക്തി എന്ന കവിതയുടെ ടിപ്പണിയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. നരേഷ് സക്സേന എഴുതിയ ടിപ്പണി അല്ലെങ്കിൽ വ്യാഖ്യാനമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ആശയം എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.